സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നു. കാരണം എന്താണ്? പെൺസസ്തനികൾ ശരാശരി പുരുഷന്മാരെക്കാൾ 12% കൂടുതൽ ജീവിക്കുന്നു. പക്ഷികളുടെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമാണ്. സ്ത്രീകൾ ശരാശരി പുരുഷന്മാരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. മിക്ക രാജ്യങ്ങളിലും ചരിത്രപരമായ കാലഘട്ടങ്ങളിലും ഈ രീതി ശരിയാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും വൈദ്യശാസ്ത്ര പുരോഗതിയും കാരണം ചില രാജ്യങ്ങളിൽ ലിംഗഭേദങ്ങൾ തമ്മിലുള്ള ആയുർദൈർഘ്യ വ്യത്യാസം അല്പം കുറഞ്ഞിട്ടുണ്ട്. മറ്റു ചില രാജ്യങ്ങളിൽ ഇത് വർദ്ധിച്ചിട്ടുമുണ്ട്. എങ്കിലും പുതിയ ഗവേഷണങ്ങൾ അനുസരിച്ച് അത് ഉടൻ അപ്രത്യക്ഷമാകാൻ സാധ്യതയില്ല. ഈ വിടവിൻ്റെ കാരണങ്ങൾ പരിണാമ ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. മനുഷ്യരിൽ മാത്രമല്ല മറ്റ് നിരവധി ജന്തുജാലങ്ങളിലും ഇത് നിരീക്ഷിക്കാവുന്നതാണ്. പെൺസസ്തനികൾ പുരുഷന്മാരേക്കാൾ ശരാശരി 12% കൂടുതൽ ജീവിക്കുന്നു. ഇണചേരൽ തന്ത്രങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു പഠനം വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ബാബൂണുകൾ, ഗൊറില്ലകൾ മുതൽ മനുഷ്യർ വരെയുള്ള സസ്തനികളിൽ സ്ത്രീകൾ സാധാരണയായി പുരുഷന്മാരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നു. എന്നിരുന്നാലും ഈ രീതി മുഴുവൻ മൃഗലോകത്തും സാർവത്രികമല്ല. നിരവധി പക്ഷികൾ, പ്രാണികൾ, ഉരകങ്ങൾ എന്നിവയിൽ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത്. ഈ വിടവിന് ഒരു ജനിതക വിശദീകരണം ഹെറ്ററോഗമെറ്റിക് ലൈംഗിക സിദ്ധാന്തം എന്ന് വിളിക്കുന്നു. ഇത് ലൈംഗിക ക്രോമസോമുകളിലെ വ്യത്യാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്ത്രീ സസ്തനികൾക്ക് സാധാരണയായി 2 X ക്രോമസോമുകൾ ഉണ്ട്. അതേസമയം പുരുഷന്മാർക്ക് 1 Xഉം 1 Y ക്രോമസോമും മാത്രമേ ഉള്ളൂ. ഇത് അവയെ ഹെറ്ററോഗമെറ്റിക് ലൈംഗികതയാക്കുന്നു. 2 X ക്രോമസോമുകൾ കാരണം ചില ദോഷകരമായ ജനിതക മ്യൂട്ടേഷനുകളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും പക്ഷികളിൽ സ്ത്രീകൾ ഹെറ്ററോഗമെറ്റിക് ലിംഗമാണ്. 1 Zഉം 1 W ക്രോമസോമുമുണ്ട്. സസ്തനികളിലെയും പക്ഷികളിലെയും ആയുർദൈർഘ്യം താരതമ്യം ചെയ്യാൻ ലോകമെമ്പാടുമുള്ള മൃഗശാലകളിലെ 1176 പക്ഷികളുടെയും സസ്തനികളുടെയും രേഖകൾ പഠന സംഘം ഉപയോഗിച്ചു. ആയുർദൈർഘ്യത്തിൽ കുറവുണ്ടെന്ന് അവർ കണ്ടെത്തി. ഇത് ഹെറ്ററോഗമെറ്റിക് ലൈംഗിക സിദ്ധാന്തത്തെയും 2 X ക്രോമസോമുകൾക്ക് ജനിതക നേട്ടം നൽകാമെന്ന ആശയത്തെയും പിന്തുണയ്ക്കുന്നതായിരുന്നു. സസ്തനികളിൽ ഭൂരിഭാഗം സ്ത്രീകളും, അതായത് 72%, ശരാശരി 12% കൂടുതൽ കാലം ജീവിച്ചു. മിക്ക പക്ഷി ഇനങ്ങളിലും, അതായത് 68%, പുരുഷന്മാർ മൊത്തത്തിൽ ശരാശരി 5% കൂടുതൽ കാലം ജീവിച്ചു. പഠനത്തിൽ ചില രസകരമായ വ്യതിയാനങ്ങളും കണ്ടെത്തി. ചില ജീവിവർഗങ്ങൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായ രീതിയാണ് കാണിച്ചത്. ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എവല്യൂഷണറി ആന്ത്രോപോളജിയിലെ പഠന സഹരചയിതാവും പരിണാമ നരവംശാസ്ത്രജ്ഞയുമായ ജോഹന്ന സ്റ്റാർക്ക് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു, ഉദാഹരണത്തിന് പല ഇരപിടിയൻ പക്ഷികളിലും പെൺപക്ഷികൾ പുരുഷന്മാരെക്കാൾ വലുതും കൂടുതൽ കാലം ജീവിക്കുന്നതുമാണ്. അതിനാൽ ലൈംഗിക ക്രോമസോമുകൾ ഒരു കഥയുടെ ഭാഗമാകാൻ മാത്രമേ ചിലപ്പോൾ കഴിയൂ. ജനിതക ശാസ്ത്രത്തിന് മാത്രമല്ല, പ്രത്യുൽപാദന തന്ത്രങ്ങൾക്കും ഒരു പങ്കുണ്ട്. ലൈംഗിക തെരഞ്ഞെടുപ്പിലൂടെ പ്രത്യേകിച്ച് പുരുഷന്മാർ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള വഴികൾ വികസിപ്പിക്കുന്നു. വർണ്ണാഭമായ തൂവലുകൾ, ഇണചേരൽ നൃത്തങ്ങൾ അല്ലെങ്കിൽ അതുല്യമായ ശബ്ദങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് പ്രത്യുൽപാദന വിജയം വർദ്ധിപ്പിക്കും. എന്നിരുന്നാലും ഇവ അവയുടെ ആയുസ് കുറയ്ക്കും. പഠനത്തിലെ ഡേറ്റ ഈ അനുമാനത്തെ പിന്തുണയ്ക്കുന്നു. ഇണകൾക്ക് ശക്തമായ മത്സരമുള്ള ബഹുഭാര്യത്വമുള്ള സസ്തനികളിൽ ആൺ സാധാരണയായി സ്ത്രീകളെക്കാൾ നേരത്തെ മരിക്കുന്നു. താരതമ്യപ്പെടുത്തുമ്പോൾ പല പക്ഷികളും ഏകഭാര്യത്വമുള്ളവയാണ്. അതിനാൽ മത്സര സമ്മർദ്ദം കുറവാണ്. അത് ഇവയെ കൂടുതൽ കാലം ജീവിക്കാൻ സഹായിക്കുന്നതായി തോന്നുന്നു. മൊത്തത്തിൽ ഏകഭാര്യത്വമുള്ള ഇനങ്ങളിൽ ആയുർദൈർഘ്യ വ്യതിയാനങ്ങൾ വളരെ കുറവായിരുന്നു. അതേസമയം ബഹുഭാര്യത്വവും വ്യക്തമായ വലിപ്പ വ്യത്യാസങ്ങളും സ്ത്രീകൾക്ക് കൂടുതൽ നേട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രക്ഷകർതൃത്വവും ഒരു പങ്ക് വഹിക്കുന്നു. സന്താനങ്ങളെ വളർത്തുന്നതിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ലിംഗം കൂടുതൽ കാലം ജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് സംഘം തെളിവുകൾ കണ്ടെത്തി. സസ്തനികൾക്ക് അത് സാധാരണയായി പെൺജീവികളാണ്. പ്രൈമേറ്റുകൾ പോലുള്ള ദീർഘകാലം ജീവിക്കുന്ന ഇനങ്ങളിൽ ഇതൊരു തിരഞ്ഞെടുക്കപ്പെട്ട നേട്ടമായിരിക്കാം. പെൺജീവികൾ അവരുടെ സന്തതികൾ സ്വതന്ത്രമാകുന്നതുവരെയോ ലൈംഗിക പക്വത പ്രാപിക്കുന്നതുവരെയോ അത് ജീവിച്ചാൽ ആ ജീവിവർഗം ഒടുവിൽ മികച്ചതായിരിക്കും. പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളാണ് മറ്റൊരു ദീർഘകാല സിദ്ധാന്തം. ഇരപിടിയൻ ആക്രമണങ്ങൾ, രോഗകാരികൾ അല്ലെങ്കിൽ കഠിനമായ കാലാവസ്ഥകൾ പോലുള്ള സ്വാഭാവിക സംഭവങ്ങൾ ആണും പെണ്ണും തമ്മിലുള്ള ആയുർദൈർഘ്യ വിടവിന് കാരണമാകുമെന്ന് കരുതപ്പെടുന്നു. ഈ പാരിസ്ഥിതിക സിദ്ധാന്തം പരീക്ഷിക്കുന്നതിനായി സംഘം മൃഗശാലകളിലെ ജനസംഖ്യയെ പരിശോധിച്ചു.
അവിടെ ഇത്തരം സമ്മർദ്ദങ്ങൾ വലിയ തോതിലില്ല. വേട്ടക്കാരോ പ്രകൃതി ദുരന്തങ്ങളോ ഇല്ല. ആയുർദൈർഘ്യ വിടവുകൾ പക്ഷേ അപ്പോഴും നിലനിൽക്കുന്നു. മൃഗശാലയും വന്യജീവികളെയും താരതമ്യം ചെയ്യുമ്പോൾ മൃഗശാലകളിൽ വിടവുകൾ പലപ്പോഴും കുറവായിരുന്നു. പക്ഷേ അപൂർവമായി മാത്രമേ വിടവുകൾ അപ്രത്യക്ഷമായിട്ടുള്ളൂ എന്ന് കണ്ടെത്തി. വൈദ്യശാസ്ത്രത്തിലെയും ജീവിത സാഹചര്യങ്ങളിലെയും പുരോഗതി കുറഞ്ഞുവെങ്കിലും ആയുർദൈർഘ്യ വിടവ് പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടില്ലാത്തതിനാൽ ഈ മൃഗശാല താരതമ്യം മനുഷ്യന്റെ ദീർഘായുസ് സാഹചര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ആയുർദൈർഘ്യത്തിലെ ലിംഗവ്യത്യാസങ്ങൾ ആഴത്തിനുള്ള പരിണാമ പ്രക്രിയയാണെന്ന് ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. ലൈംഗിക തിരഞ്ഞെടുപ്പും മാതാപിതാക്കളുടെ നിക്ഷേപവും അനുസരിച്ചാണ് ഇത് രൂപപ്പെടുന്നത്. അതേസമയം ലിംഗനിർണ്ണയത്തിലെ ജനിതക വ്യത്യാസങ്ങളും അതായത് ക്രോമസോമുകൾ പോലുള്ളവ ഒരു പ്രധാന പങ്ക് വഹിച്ചേക്കാം. പാരിസ്ഥിതിക ഘടകങ്ങൾ ഈ വ്യത്യാസങ്ങളുടെ വ്യാപ്തിയെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും അത് അവയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ല. ആത്യന്തികമായി ലിംഗഭേദം തമ്മിലുള്ള ആയുർദൈർഘ്യം നാം വളർന്ന പരിസ്ഥിതിയുടെ മാത്രമല്ല, അത് നമ്മുടെ പരിണാമ ചരിത്രത്തിൻ്റെയും ഭാഗമാണ്. അത് നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത.